നമസ്കാരം. കാന്തപുരത്തിന് നേരെ കല്ലെറിയാൻ നോക്കി നിന്ന കഴുകന്മാർക്ക് ഇപ്പൊ ചെറിയൊരു അപ്പ കഷ്ണം വീണ് കിട്ടിയിട്ടുണ്ട്. ഈ വീണ് കിട്ടിയ അപ്പ കഷ്ണവും കൊത്തിപ്പിടിച്ചോണ്ട് കുറെ എണ്ണം ഇപ്പൊ കാന്തപുരത്തിന് നേരെ തിരിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റിയിട്ട് പ്രേക്ഷകരുടെ ഉള്ളിൽ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ട്. ഈ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തില് മലയാളത്തിലെ ചില ന്യൂസ് ചാനലും ചില യൂട്യൂബേഴ്സും ഒക്കെ ഉൾപ്പെടും. അവരാരാണ് എന്ന് ഞാൻ പരാമർശിക്കുന്നില്ല, അത് നിങ്ങൾ തന്നെ ഊഹിച്ച് കണ്ടെത്തിക്കൊള്ളുക. അപ്പൊ എന്താണ് അപ്പ കഷ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിമിഷപ്രിയയുടെ കേസിലെ വിക്ടിമായിട്ടുള്ള തലാലിന്റെ സഹോദരനായിട്ടുള്ള അബ്ദുൾ, ഇദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിനകത്ത് കാന്തപുരത്തെ പറ്റിയിട്ടാണ് പരാമർശിക്കുന്നത്. അപ്പൊ ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത്, കാന്തപുരവുമായിട്ട് ഞങ്ങൾ ഇതുവരെയും ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും നടത്തിയിട്ടില്ല, അദ്ദേഹം ഞങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് ഇതുവരെയും സംസാരിച്ചിട്ടില്ലെന്നാണ്. ഇത് കേട്ട പാടെ കേൾക്കാത്ത പാടെ കുറെ എണ്ണം ആ പോസ്റ്റും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കാരണം കാന്തപുരം ഒന്നും ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ നടക്കുവാണല്ലോ കുറെ ആൾക്കാർ. അവർക്ക് വീണ് കിട്ടിയ നല്ല ഒന്നാന്തരം ആയുധമാണ്. അതുകൊണ്ട് ആ പോസ്റ്റും പൊക്കി പിടിച്ചുകൊണ്ട് ഇപ്പൊ ആൾക്കാരുടെ ഉള്ളിൽ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മലയാളി പ്രേക്ഷകരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ട എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കുമല്ലോ. ആ കൺഫ്യൂഷൻ നല്ലതുപോലെ ആൾക്കാർ മുതലെടുക്കുന്നുണ്ട്. അങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കുന്ന കുരങ്ങന്മാരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറാതിരിക്കുക. ഏതൊരു കാര്യം കേൾക്കുമ്പോഴും അതിനകത്തെ ഫാക്ട് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ വിശ്വസിക്കുക. വെറുതെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ഇതിനകത്തെ സത്യാവസ്ഥ ഒന്ന് പരിശോധിക്കാം. അപ്പൊ ഏകദേശം നമുക്ക് കാര്യങ്ങൾ പിടികിട്ടുമല്ലോ. അപ്പൊ ആദ്യം തന്നെ ആ പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അബ്ദുൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റാണ്. അറബിയിലാണ് ആ പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഞാനത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഏകദേശം അർത്ഥങ്ങളൊക്കെ തന്നെ സെയിം ആണ്. അപ്പൊ ഈ പോസ്റ്റിനകത്ത് അദ്ദേഹം പറഞ്ഞേക്കുന്നത്, കാന്തപുരത്തോട് എല്ലാവിധ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. കാന്തപുരവുമായിട്ട് ഇതുവരെ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, കാന്തപുരം സംസാരിച്ചു എന്ന് അവകാശപ്പെടുന്ന വ്യക്തികളുമായിട്ടും ഞങ്ങൾ ഇതുവരെയും സംസാരിച്ചിട്ടില്ല. അതായത് കാന്തപുരം കുറെ മതപണ്ഡിതന്മാരോടാണല്ലോ സംസാരിച്ചത്. അവരുമായിട്ടും ഞങ്ങൾ ഇതുവരെയും സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു ചർച്ചയിലും ഏർപ്പെട്ടിട്ടില്ല. ഇതുവരെയും ഒരു ഡിസ്കഷനും നടന്നിട്ടില്ല. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളൊക്കെ തന്നെ ഞങ്ങൾ കാണുന്നുണ്ട്. ആ ചർച്ചകളിലൊന്നും തന്നെ ഇപ്പോ തൽക്കാലം സത്യാവസ്ഥയൊന്നും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ പോസ്റ്റിന്റെ അർത്ഥം കാന്തപുരം സംസാരിച്ചിട്ടില്ല എന്നല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഫാക്ട് ചെക്ക് ചെയ്യണം. കാന്തപുരം ഇവരോട് ഇതുവരെയും സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇവരോട് ഇതുവരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനർത്ഥം കാന്തപുരം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെന്നല്ല. അപ്പൊ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടപ്പോഴേക്കും കാന്തപുരം ഇടപെട്ടിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ഈ പോസ്റ്റ് കണ്ടപാടെ ഒരു പ്രമുഖ മലയാളം ചാനലുകാര് ന്യൂസ് വരെ ഇറക്കി. ആ ന്യൂസ് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചന വിഷയത്തിൽ കാന്തപുരത്തിനെ തള്ളി തലാലിന്റെ സഹോദരൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ചർച്ച നടത്തിയെന്ന് അവകാശപ്പെടുന്നവരുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്ന് സഹോദരന്റെ വെളിപ്പെടുത്തൽ. ഇതിനിടെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയത്തിന് കാന്തപുരം കത്തും നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് S. ശ്രീകാന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. ശ്രീകാന്തേ, നേരത്തെ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്ന ആ ഒരു ഘട്ടത്തിൽ കേരളത്തിലൊരു നന്മമരമായി പെട്ടെന്ന് രൂപപ്പെട്ട ഒരു വ്യക്തിയായി കാന്തപുരം മാറിയതാണ്. അന്ന് സോഷ്യൽ മീഡിയയിൽ ഇടത് ഇസ്ലാമിക് ഗ്രൂപ്പുകളെല്ലാം കാന്തപുരത്തിന് ജയ് വിളിച്ചുകൊണ്ടുള്ള വലിയ പോസ്റ്റുകളും അത്തരം ആഘോഷങ്ങളുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കാന്തപുരത്തെയോ അദ്ദേഹം ചർച്ച നടത്തിയെന്ന് പറയപ്പെടുന്നവരുമായ ഒരു ബന്ധവുമില്ല എന്നാണല്ലോ ഈ തലാലിന്റെ സഹോദരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രീകാന്ത്. ഗൗതം, ഇത് വല്ലാത്ത ആശങ്ക കൂടി ഉണ്ടാക്കുന്ന വാർത്തയാണ്. കാരണം വിദേശത്തെ ഒരു ജയിലിൽ കിടക്കുന്ന ഒരു മലയാളി യുവതി, അവരുടെ മോചനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് മാധ്യമങ്ങളിൽ ഇങ്ങനെ തുടർച്ചയായി വാർത്ത വരുന്നു. അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇറങ്ങി പുറപ്പെടുന്നു. ഇടയ്ക്ക് വെച്ച് അവരുടെ ശിക്ഷ മാറ്റിവെച്ചു എന്നൊരു വാർത്ത വരുന്നു. അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനായി തള്ളിക്കയറ്റം നടക്കുന്നു. ഇതിനിടയിൽ ആ കുടുംബാംഗം തന്നെ പറയുന്നു, കേട്ടല്ലോ, ഇന്നലെ പൊട്ടിമുളച്ച നന്മമരം എന്നൊക്കെയാണ് കാന്തപുരത്തെ പറ്റിയിട്ട് കുറെ എണ്ണം വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് 94 വയസ്സായി. ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല അദ്ദേഹം ഈ നന്മ ചെയ്യാൻ. അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്തേ പിന്നെ എൻ്റെ കമന്റ് സെക്ഷനിൽ കുറേ ആൾക്കാർ അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തിയെക്കുറിച്ച് കമന്റുകൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഇതിനു മുമ്പ് അദ്ദേഹത്തെ പറ്റിയിട്ട് എനിക്ക് വലിയ ധാരണകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കമന്റ് സെക്ഷനിൽ കുറേ ആൾക്കാർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പറ്റിയിട്ട് ഞാൻ കുറേ വീഡിയോസ് കണ്ടു. അന്നേരം എനിക്ക് മനസ്സിലായി അദ്ദേഹം ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടി
പരിപാടിയൊന്നുമല്ല. ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഈ ഒരു സ്ഥാനത്ത് വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സൗമ്യത കണ്ടാൽ തന്നെ അറിയാമല്ലോ. ഇതുപോലെ വന്നു കിടന്ന് കലഹിച്ചുകൊണ്ടിരിക്കുവല്ല. അദ്ദേഹം ക്രെഡിറ്റ് നേടാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ഇതുവരെയും പറയുന്നില്ല. അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞത് സെൻട്രൽ ഗവൺമെന്റ് എന്ത് പറയുന്നോ, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് എന്ത് പറയുന്നോ അതിനനുസരിച്ച് മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ, അതിനനുസരിച്ച് മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം തന്നെ അതിലുണ്ട് അദ്ദേഹത്തിന്റെ സൗമ്യത, അതിലുണ്ട് അദ്ദേഹത്തിന് അഹങ്കാരമൊന്നുമില്ല. അല്ലാതെ അദ്ദേഹം വന്ന് പറയുന്നത് ഞാൻ ആരെയും അനുസരിക്കത്തില്ല, ഞാൻ ആരോടെയും വാക്ക് കേൾക്കത്തില്ല എന്നൊന്നും അല്ല പറഞ്ഞു. വളരെ സൗമ്യമായിട്ട് അദ്ദേഹം വന്ന് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് എന്ത് നിർദ്ദേശമാണോ മുന്നോട്ട് വെക്കുന്നത് ആ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ്. അവിടെയുണ്ട് അദ്ദേഹത്തിന്റെ സൗമ്യത. അദ്ദേഹത്തിന് ക്രെഡിറ്റ് നേടാനായിരുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് എന്തൊക്കെ പ്രവർത്തികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അതിനൊന്നും അദ്ദേഹം ക്രെഡിറ്റുമായിട്ട് വന്നിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അതൊന്നും വന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോ, ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ഈ ഒരു വിഷയത്തിലൊന്ന് ഇടപെട്ടുപോയി. അത് അദ്ദേഹത്തിന്റെ കഷ്ടകാലം. സത്യം, അദ്ദേഹത്തിന് ഇനി കേൾക്കാൻ വേറെ ഒന്നുമില്ല. അവരുടെ ആവേശം കണ്ടോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ. അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു ആയുധം വീണ് കിട്ടാൻ നോക്കിയിരിക്കുമായിരുന്നു. കിട്ടി, അതെടുത്തങ്ങ് പ്രയോഗിച്ചു. ഇനി നമുക്ക് ഇതിനകത്തെ ഫാക്ട്സ് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. കാന്തപുരം ഒരിക്കലും പറഞ്ഞിട്ടില്ല തലാലിന്റെ കുടുംബവുമായിട്ട് ചർച്ച നടത്തിയെന്ന്. അദ്ദേഹം പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന മതപണ്ഡിതന്മാരുമായിട്ട് ചർച്ച നടത്തി, അവരോട് സംസാരിച്ചു, അവരിടപെട്ട് ഇത് നീട്ടിവെച്ചു എന്നാണ്. നിമിഷപ്രിയയുടെ ശിക്ഷ നീട്ടിവെച്ചപ്പോൾ തന്നെ തലാലിന്റെ കുടുംബം വന്ന് നടത്തിയ റെസ്പോൺസ് എന്താണെന്ന് അറിയാമോ? തലാലിന്റെ കുടുംബം പറഞ്ഞ റെസ്പോൺസ്, ഞങ്ങൾ ഇതിൽ ഖേദിക്കുന്നു, ഞങ്ങളോട് പോലും ചോദിക്കാതെ എന്തിനിത് നീട്ടിവെച്ചു എന്നാണ് തലാലിന്റെ കുടുംബം പറഞ്ഞത്. അതായത് തലാലിന്റെ കുടുംബവുമായിട്ട് ചർച്ച നടത്തിയതിന് ശേഷമല്ല നീട്ടിവെച്ചത്, അവിടെയുള്ള മതപണ്ഡിതരുമായിട്ട് ചർച്ച നടത്തി, മതപണ്ഡിതരോട് ആവശ്യപ്പെട്ടു, റിക്വസ്റ്റീവാണ്. ആ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു റിക്വസ്റ്റ് ആണല്ലോ എന്നത് മാനിച്ച് മതപണ്ഡിതർ ഇടപെട്ടിട്ടാണ് ഇത് നീക്കിവെച്ചത്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം ആ ഒരു സംഭവം പൊളിഞ്ഞു പോവാണ്. കാന്തപുരം എങ്ങും പറഞ്ഞിട്ടില്ല തലാലിന്റെ കുടുംബവുമായിട്ട് ചർച്ച നടത്തി എന്ന്. അതാണ് ഒന്നാമത്തെ ഫാക്ട്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാമതായിട്ട് കാന്തപുരം ചർച്ച നടത്തി, അല്ലെങ്കിൽ കാന്തപുരം ഈ മതപണ്ഡിതന്മാരുമായിട്ട് സംസാരിച്ച് ശിക്ഷ നീട്ടിവെച്ചതിന് ശേഷം ഇനിയാണ് തലാലിന്റെ കുടുംബവുമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞത്. അപ്പം തലാലിന്റെ കുടുംബവുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചു. ആ ഹർജി പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് സുപ്രീം കോടതി പരിഗണിച്ചു. ആ ഹർജിയിൽ നമ്മുടെ ഈ ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വെച്ച ആവശ്യം എന്ന് പറയുന്നത് 6 അംഗ സംഘത്തെ നിയമിക്കണം, ഈ സംഘത്തെ യമനിലേക്ക് അയക്കണമെന്നാണ്. ഈ 6 അംഗ സംഘത്തിൽ 2 പേര് നമ്മുടെ കാന്തപുരത്തിന്റെ പ്രതിനിധികളാകണം. ബാക്കി 2 പേര് ഈ കുടുംബത്തിൽ നിന്നുള്ളവരും പിന്നെ ആക്ഷൻ കൗൺസിലിൽ നിന്നുള്ള 2 പേരും. ഇങ്ങനെ 6 അംഗ സംഘത്തെ നിയോഗിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വെച്ചു. അപ്പം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു അങ്ങനെയൊന്നും വേണ്ട, കുടുംബത്തിൽ നിന്നുള്ളവരെ മാത്രം അയച്ചാൽ മതി എന്ന്. അപ്പൊ സുപ്രീം കോടതി അവിടെ ഒരു തീരുമാനമെടുത്തു, എല്ലാ കാര്യങ്ങളും കേന്ദ്രത്തിന് വിട്ടു നൽകുന്നു, കേന്ദ്രം എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു കൊള്ളുക. അങ്ങനെയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ആദ്യം കാന്തപുരം ഇടപെട്ട് അവിടുത്തെ മതപണ്ഡിതന്മാരുമായിട്ട് ആവശ്യപ്പെടുന്നു, അഭ്യർത്ഥിക്കുന്നു, അതിൻ്റെ ആ ഒരു അഭ്യർത്ഥന പ്രകാരം നീട്ടിവെക്കുന്നു. നീട്ടിവെച്ചതിന് ശേഷം പിന്നെ ആരുമായിട്ടും ചർച്ചയൊന്നും നടത്തിയിട്ടില്ല, ചർച്ച നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഇനി ഏറ്റവും ഒടുവിലത്തെ വാക്കെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിൻ്റെതാണ്. അതിനാണ് കാന്തപുരം തന്നെ വന്ന് പറഞ്ഞത്, കേന്ദ്ര ഗവൺമെന്റ് എന്ത് നിർദ്ദേശമാണോ വെക്കുന്നത് എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കും, അതിനകത്ത് ഇൻവോൾവ് ആകാൻ എനിക്ക് ഇനിയും താല്പര്യമുണ്ട്, ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറാണ്, ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കുവാണ്. പൂർണ്ണമായിട്ടും തീരുമാനമായിട്ടില്ല. അതായത് തലാലിന്റെ കുടുംബവുമായിട്ട് ഇതുവരെയും കാന്തപുരം സംസാരിച്ചിട്ടില്ല, സംസാരിച്ചു എന്ന് എവിടെയും പറയുന്നില്ല. ഏകദേശം ഫാക്ട് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ, ഏകദേശം സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലായല്ലോ. എനിക്കിത് സ്ഥാപിച്ചെടുക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ ഒരു നല്ല മനുഷ്യൻ ഒരു നല്ല പ്രവൃത്തി ചെയ്തു, അയാളെ എല്ലാവരും കൂടി ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളത് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സംഭവിച്ച 3 കാര്യങ്ങളാണ്. ഇനി കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുക്കണം. കാരണം നമ്മുടെ രാജ്യത്തൊരു സംഭവം നടക്കുമ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് ഒരു റെസ്പോൺസ് ചെയ്യേണ്ടത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം അനുസരിച്ച് ഇനി ചർച്ചകൾ നടത്തുമ്പോൾ ഇദ്ദേഹവും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതാണ് അവസാനം പറഞ്ഞു വെച്ചേക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നടന്നത്. ഇനിയിപ്പോൾ കാന്തപുരത്തെ കുറെ ആൾക്കാർ കല്ലെറിയാൻ പോകും. തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കുക. ഫാക്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സംസാരിച്ചാൽ മതി.
ഇതിന് മുമ്പ് വന്ന വാർത്തകളൊക്കെ കേട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാ വാർത്തയിലും പറയുന്നത് കാന്തപുരം അവിടെയുള്ള മതപണ്ഡിതരോട് സംസാരിച്ചു, മതപണ്ഡിതരോട് ഇടപെട്ടു, മതപണ്ഡിതരോട് അഭ്യർത്ഥിച്ചു, ഇങ്ങനെയാണ് പറയുന്നത്. തലാലിന്റെ കുടുംബവുമായിട്ട് ചർച്ച നടത്തി എന്നെങ്ങും പറയുന്നില്ല. ചർച്ച നടത്താൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല ചാണ്ടി ഉമ്മൻ, അദ്ദേഹം ഒരു പ്രമുഖ നേതാവാണല്ലോ, മാധ്യമങ്ങളും എല്ലാവരും അറിയപ്പെടുന്ന ഒരു നേതാവാണല്ലോ ചാണ്ടി ഉമ്മൻ. അദ്ദേഹം പബ്ലിക്കായിട്ട് വന്ന് കാന്തപുരത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ട്. കാന്തപുരം ഇതിനകത്ത് ഇടപെട്ടു. കാന്തപുരത്തിന്റെ ഇടപെടൽ വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നതാണ്. അദ്ദേഹം ഇടപെട്ടത് വളരെയധികം ഹെൽപ്പ് ചെയ്തു എന്ന് ചാണ്ടിയുമ്മൻ പബ്ലിക്കായിട്ട് വന്ന് സംസാരിച്ചു. ചാണ്ടിയുമ്മൻ മാത്രമല്ല, വേറെ പല നേതാക്കന്മാരും, ആക്ഷൻ കൗൺസിലുള്ള ഒരു വക്കീല് സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ആ വക്കീലും വന്ന് സംസാരിച്ചു. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? ചാണ്ടിയുമ്മൻ ഒരു തെളിവും ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം വന്ന് സംസാരിക്കൂ ഓപ്പണായിട്ട്? അദ്ദേഹം വന്ന് കാന്തപുരത്തെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കൂ? ഇല്ല. കാരണം ചാണ്ടിയുമ്മൻ അറിയാം. കാരണം ചാണ്ടിയുമ്മനാണ് കാന്തപുരത്തിന്റെ ശ്രദ്ധയിൽ ഈ ഒരു കാര്യം പെടുത്തിയത്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടും ഫാക്റ്റ് ഒന്നും ചെക്ക് ചെയ്യാതെ ഒരു മനുഷ്യനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇപ്പൊ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടാൾക്കാരാണ്. ഒരു വിഭാഗം മോദി തോറ്റു അല്ലെങ്കിൽ ഇന്ത്യ തോറ്റു, കാന്തപുരം ജയിച്ചു എന്നുള്ള രീതിയിൽ കുറെ ആൾക്കാരെ ഇളക്കി വിടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. മറുവിഭാഗത്തിന് ടോട്ടലി കാന്തപുരത്തെ ഡീഗ്രേഡ് ചെയ്ത് കാണിക്കണം. അങ്ങനെ രണ്ട് രാഷ്ട്രീയ ചേരിതിരിവുകൾ ഇടയിലുള്ള യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് വിഭാഗം രാഷ്ട്രീയപരമായിട്ട് ചേരിതിരിഞ്ഞ് നിൽക്കുകയാണ്. ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കാന്തപുരത്തെ മോശക്കാരനാക്കാൻ നോക്കുകയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ പോസ്റ്റിനകത്ത് അബ്ദുൾ എന്ന് പറയുന്ന ഇദ്ദേഹം പറയുന്നത് ഞങ്ങളുമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നാണ്. അതായത് കാന്തപുരം സംസാരിച്ചിട്ടേ ഇല്ലെന്നല്ല, കാന്തപുരം ഇവരുമായിട്ടല്ല സംസാരിച്ചത്. അത് വാർത്തകളിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജൂലൈ 15-ാം തീയതി ഒക്കെ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനകത്ത് കാണാം. കാന്തപുരം എങ്ങും പറഞ്ഞിട്ടില്ല തലാലിന്റെ കുടുംബവുമായിട്ട് സംസാരിച്ചെന്ന്.